കുരുമുളകൊക്കെ വിറ്റ് കാശും സമ്പാദിച്ച് ഓവറായ മസിലും പിടിച്ചേച്ചിരുന്നാ ഉണ്ടല്ലോ പൊട്ടിത്തെറിച്ച് പോകും കേട്ടാ. എടാ എത്ര നാളായടാ നമ്മളിങ്ങനെ ഒരുമിച്ചൊരു യാത്രയൊക്കെ പോയിട്ട്. അതാ പിന്നെ ഞാൻ ചാടിക്കേറി ഇങ്ങ് പോന്നേ. ഞാനേ എൻ്റെ ജോലി അങ്ങ് വിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇവിടെ ആകുമ്പോ എനിക്ക് നിന്റെ വാലിൽ തൂങ്ങി അങ്ങ് നടക്കാലോ. അപ്പൊ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാലേ. പിന്നല്ലാതെ പരിസരം നോക്കാതെ നീ ഓരോ വട്ട് കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. കുഞ്ഞോനെ ഞാനേ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. എന്താ നീ പറ. എടാ കുഞ്ഞോനെ, നീ ഇങ്ങനെ നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കൃഷിയൊക്കെ ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോ ഞാനേ ഒരു ചട്ടിയില് തലേന്നത്തെ മീൻകറിയും നല്ല മുളക് ചമ്മന്തി തൈരൊക്കെ ചേർത്ത് കഞ്ഞി എടുത്തങ്ങ് ഒരു വരവ് വരും. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാവിലെ സ്പൂണിൽ കോരി കഴിച്ചേച്ച് ഏതേലും മരത്തിന്റെ താഴെ ഇരുന്ന് നല്ല തണുത്ത കാറ്റും കൊണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. എനിക്ക് ഐസ്ക്രീം വേണം. വെറുതെ ഇരിക്കാതെ വേണം. നിർത്തടാ, നിർത്ത് നിർത്ത്. ആ നിർത്തി. ആൻസി കൊച്ചു ജോലി സ്ഥലത്ത് വരുന്ന വഴിയാണ്. ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇവന്റെ ഇപ്പൊ കട്ടപ്പന പോയേച്ച് വരുവാ. പാപ്പിച്ച എന്റെ സ്ഥിരം സാധനം. ഓ ഇപ്പൊ നിനക്കൊന്നും വേണ്ടായോ? അതന്നെ പറഞ്ഞോ. അതന്നെയാട്ടോ. ഓ ഇപ്പൊ തരാം. എങ്ങോട്ടാ? ലോകത്ത് എവിടെ പോയേച്ചാലും നമ്മുടെ ഈ നാടില്ലേ നെയ്യാശ്ശേരി, ഇവിടെ വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ കിട്ടത്തില്ലടാ കുഞ്ഞോനെ. ഈ മഞ്ഞും മലയും കാറ്റും പിന്നെ നമ്മുടെ തോന്നിയാസവും, ഇത് നമ്മുടെ സ്വർഗാടോ അല്ലയോ? ഐസ്ക്രീം പിന്നെ നമ്മുടെ പാപ്പിച്ചായന്റെ ഐസ്ക്രീമോ. സുഖാണോ? ഓ സുഖം. അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എപ്പോ നോക്കിയാലും ഒരു ഐസ്ക്രീം തീറ്റ്. അതും കൂടെ കഴിച്ചോ? പിടിച്ചു നീ കഴിക്കടാ. എന്റെ ഈ ഭ്രാന്ത് നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ. അതാവുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. പിന്നെ നോക്കിയാൽ ഇരുന്നേച്ചാ മതി. വേണ്ട. കുടുംബത്തിൽ പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വെറുതെ മനുഷ്യൻ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. വാ വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ അങ്ങ് പൊക്കോ, ഞാൻ വന്നോളാം. നീ വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? ആൻസി നീ ചെല്ല്. എന്നാടാ ദോഷം അല്ല എന്താ